ശബരിമലയിലെ താന്ത്രിക ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണ് ചെങ്ങന്നൂരിലുള്ള താഴമൺ മഠം. ആന്ധ്രാപ്രദേശിൽ നിന്നും ഇവിടെ കുടിയേറിയപ്പെട്ടവരാണ് എന്ന് പറയുന്നു. അവരിവിടെ അയ്യപ്പൻ്റെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ താന്ത്രിക ചുമതലകൾ വഹിക്കുന്നതിന് വേണ്ടി പരശുരാമൻ തന്നെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് എന്ന വാദം ഉന്നയിക്കുന്ന ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, താഴമൺ കുടുംബവും അവിടുത്തെ താന്ത്രിക ചുമതലയുമൊക്കെ ഈ ഘട്ടത്തിൽ ഒന്നുകൂടി വാർത്തകൾ നിറയുകയാണ്. മുമ്പ് ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരാണ് ഈ താഴമൺ മഠത്തിലെ തന്ത്രിമാർ. അവിടുത്തെ തന്ത്രിമാർ എന്നതാണ്, പൂജാരിമാർ എന്നതാണ് വിശ്വാസം. അത് വിശ്വാസപരമായൊരു വിഷയമാണ്. ഇതുവരെ അവർക്ക് നൽകപ്പെട്ടിരുന്നത് ഒരു വലിയ സ്ഥാനമാണ്. പൊതുവിൽ വിശ്വാസികൾക്കും ഒപ്പം തന്നെ അതിനുമപ്പുറം രാഷ്ട്രീയ രംഗത്തുള്ളവരും സർക്കാർ പ്രതിനിധികളുമൊക്കെ ശബരിമല തന്ത്രിമാർക്ക് ഒരു വലിയ സ്ഥാനം പൊതുവിൽ നൽകാറുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ ചുമതലയിൽ ഇരിക്കുന്നവരാണ് അവർ. പക്ഷേ തുടർച്ചയായ വിവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പല ചർച്ചകൾ പോലും എങ്ങനെയാണ് ഇവർക്ക് താന്ത്രിക ചുമതലകൾ കിട്ടിയത്, അത് പാരമ്പര്യമായി കിട്ടുകയാണ്, അതിൽ യാതൊരുവിധ യോഗ്യതാ പരിശോധനകളും നടക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരുണ്ട്. അതേസമയം ഈ തന്ത്രിമാർ വേണ്ടത്ര വേദ വിജ്ഞാനങ്ങളൊക്കെ നേടിയാണോ എത്തുന്നത് എന്ന ചോദ്യമുണ്ട്. നമുക്ക് ഓർത്തെടുക്കാനാവുന്നത്, മുമ്പ് കണ്ഠർ മോഹൻ്റെ ഒരു വിവാദ കേസിൽ പെട്ടുകഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ ചോദിച്ച ചില ചോദ്യങ്ങളോട് അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. താന്ത്രിക വിധിപ്രകാരമുള്ള ചില ചോദ്യങ്ങളോട് അന്ന് തന്നെ ഉയർന്നതാണ്, വേണ്ടത്ര ബോധ്യമോ കൊണ്ടാണോ യോഗ്യതയിലാണോ ഇവരൊക്കെ എത്തുന്നത്, അതിനും അപ്പുറം പാരമ്പര്യം എന്ന ഒറ്റ ഘടകം മാത്രമാണ് ഉണ്ടാവുന്നത് എന്ന ചോദ്യമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ താഴമൺ മഠത്തിലെ താന്ത്രിക ചുമതലയുള്ള ഈ കുടുംബത്തിൻ്റെ കുടുംബ വേരുകൾ എങ്ങനെയാണ്, അതിൻ്റെ നിലവിലുള്ള ഘടകങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ശബരിമലയിൽ 2 സീസണുകൾ, ഓരോ സീസണിലും 2 പ്രധാന ചുമതലക്കാരാണ് ഉണ്ടാവുക. അതിൻ്റെ രീതി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. നമുക്കറിയാം, താഴമൺ മഠത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ അവിടുത്തെ വലിയ തന്ത്രിയായിരുന്ന വ്യക്തിയാണ് കണ്ഠർ മഹേശ്വരർ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കണ്ഠർ മോഹനർ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പിന്നീട് കണ്ഠർ മഹേഷ് മോഹനർ. അതായത് ഇപ്പോൾ ശബരിമലയിൽ താന്ത്രിക ചുമതലയിലുള്ള വ്യക്തിയാണ് കണ്ഠർ മഹേഷ് മോഹനർ. ഈ ഒരു പേരിലുള്ള 3 പേരുമാണ് ഒരു സീസണിൽ കൃത്യമായി ശബരിമലയിൽ താന്ത്രിക വിധി നിർവഹിച്ചു വരുന്നവർ. കണ്ഠർ മഹേഷ് മോഹനരാണ് നേരത്തെ ആ ചുമതലയിൽ ഉണ്ടായിരുന്ന വലിയ തന്ത്രി എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകനാണ് മഹേഷ് മോഹനർ. കണ്ഠർ മഹേഷ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് കണ്ഠർ മോഹനർ ശബരിമലയിൽ താന്ത്രിക ചുമതലകളിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയ വിവാദമായ ചില കേസുകളൊക്കെ ഉണ്ടായതോടുകൂടി അദ്ദേഹത്തിന് പിന്നീട് ശബരിമലയിലേക്കുള്ള പ്രവേശനം പോലും നിയമപരമായി തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ കണ്ഠർ മഹേഷ് മോഹനർ ശബരിമലയിലെ താന്ത്രിക ചുമതലയിലേക്ക് വരികയും ഇപ്പോൾ നടന്നു വരുന്ന ഈ സീസണിലടക്കം അതിൻ്റെ ചുമതലകൾ നിർവഹിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു തായ്വേരാണ്, ഇത് ഒരു തായ് വഴിയാണ്. ഈ ശബരിമലയിലെ താഴമൺ മഠത്തിൻ്റെ ഒരു തായ് വഴിയാണ്. നോക്കുക, മറ്റൊരു പേര് കൂടിയുണ്ട്. അവിടെയാണ് കണ്ഠർ രാജീവരുടെ പേര് നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നത്. നോക്കുക, അതായത് താഴമൺ മഠത്തിൽ കണ്ഠർ രാജീവരുടെ പിതാവായിരുന്നു കണ്ഠർ കൃഷ്ണർ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കണ്ഠർ രാജീവർ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കണ്ഠർ ബ്രഹ്മദത്തൻ രാജീവർ. ഇത് മറ്റൊരു വഴിയാണ്. ഇവർ 2 പേരും 2 കുടുംബങ്ങളും മാറി മാറിയാണ്, താഴമൺ മഠത്തിൻ്റെ ഭാഗമായി ഇവർ 2 പേരും മാറി മാറിയാണ് താന്ത്രിക ചുമതലകൾ ശബരിമലയിൽ വർഷാവർഷങ്ങളായി നിർവഹിച്ചു വരുന്നത്. ഈ വർഷം കണ്ഠർ മഹേഷ് മോഹനർ നിർവഹിക്കുമ്പോൾ അടുത്ത വർഷം അത് കണ്ഠർ രാജീവരോ അതല്ലെങ്കിൽ മകൻ കണ്ഠർ ബ്രഹ്മദത്തൻ രാജീവരോ നിർവഹിച്ചു വരുന്നു എന്നതാണ് അവിടുത്തെ ഒരു രീതി. ഇതാണ് താഴമൺ മഠത്തിൻ്റെ ഒരു തായ് വേര്, അതിൻ്റെ ഒരു പ്രവർത്തന കുടുംബത്തിൻ്റെ ഒരു പേര്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉയർന്ന ഒരു വലിയ ചർച്ച ഇതാണ്, എങ്ങനെയാണ് താഴമൺ മഠത്തിന് ശബരിമലയിലെ താന്ത്രിക ചുമതല കിട്ടി എന്നത് വാദമാണ്. പാരമ്പര്യമായി കിട്ടിയെന്ന് പറയുമ്പോൾ അതിനൊരു കാലമുണ്ടാവില്ലേ എന്ന വാദം ഉന്നയിക്കുന്നവരുണ്ട്. എന്തായാലും പരശുരാമനാൽ തങ്ങൾക്ക് കുടുംബത്തേക്ക് കിട്ടി എന്ന വാദം ഉന്നയിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ അതിന് വിമർശന ബുദ്ധിയ ഉയർത്തുന്ന മറ്റു വാദങ്ങളുണ്ട്. അതായത് 1900കളിലാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഈ ചുമതല, താന്ത്രിക ചുമതല ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. അതായത് തിരുവിതാംകൂർ രാജകുടുംബം തന്നെയാണ് താഴമൺ മഠത്തിന് ഈ താന്ത്രിക ചുമതല എത്തിക്കുന്നത്. ശബരിമലയിൽ പുല്ലുമേഞ്ഞ ഒരു മേൽക്കൂരയാണ് ഉണ്ടായിരുന്നത്. ആ മേൽക്കൂരയ്ക്ക് തീ പിടിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. തീ പിടിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കാട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട ഒരു ഇടത്ത്
പൂജ ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് താഴമൺ മഠത്തിലെ തന്ത്രി, അന്നത്തെ വലിയ തന്ത്രി, അദ്ദേഹം പൂജാകർമ്മങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടേക്ക് വരിക. കാരണം പലപ്പോഴും കാടിനുള്ളിലെ ആ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകാൻ പോലും ആളുകൾക്ക് ഭയമാണ്. പോയാൽ തിരികെ വരുമോ എന്ന് ഉറപ്പ് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവിടെ ആ താന്ത്രിക വിധി അദ്ദേഹം അന്ന് ഏറ്റെടുത്തു, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് 1950 അവിടെ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തത്തിൽ വീണ്ടും അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുന്നു. ആ പ്രതിഷ്ഠയും നടത്തിയത് താഴമൺ മഠമാണ്. ഇതോടുകൂടി അവിടെ ശബരിമലയിലെ താന്ത്രിക കാര്യങ്ങൾ ചെയ്യാനുള്ള ചുമതല പൂർണ്ണമായും ഈ താഴമൺ മഠത്തിലേക്ക് എത്തി എന്നതാണ്. അതായത് ഏകദേശം ഒരു 100-ൽ പരം വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളൂ എന്നതാണ് ഉയരുന്ന ചില കാര്യങ്ങൾ. ഇതിൻ്റെ ശാസ്ത്രീയ രേഖകളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും വലിയ ചർച്ച ഇതുവരെ മുൻപോട്ട് നടക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുള്ളവരാണ് താഴമൺ മഠവും കണ്ഠർ തന്ത്രിമാരും അവരുടെ ഇടപെടലുകളും എന്നതാണ് നമുക്കറിയാം. ശബരിമലയിലെ സ്ത്രീപ്രവേശന വിവാദ കാലത്തൊക്കെ അവർ നടത്തിയ പ്രസ്താവനകളും അവരുടെ ഇടപെടലുകൾക്കുമൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പോലും വലിയ പ്രാധാന്യത്തോടെയാണ് പരിഗണിച്ചിരുന്നത്. ആ കാലഘട്ടമൊക്കെ നമുക്ക് ഇപ്പോഴെങ്കിലും ഓർത്തെടുക്കാം. പക്ഷേ വിവാദങ്ങൾ ചെറുതല്ല എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നോർക്കേണ്ടത്, കണ്ഠർ മോഹൻ്റെ ഉൾപ്പെട്ട ഒരു വിവാദം, അത് ആ കുടുംബത്തെ തന്നെ നാണം കെടുത്തുന്ന ഒരു വിവാദമായിരുന്നു. ശബരിമലയെ പോലും ആ തരത്തിൽ താന്ത്രിക ചുമതലയുള്ളവരെ പോലും നാണം കെടുത്തുന്ന വലിയ വിവാദമുണ്ടാക്കിയ നടപടിക്രമമായി മാറി. ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കണ്ഠർ രാജീവർ കൂടി അറസ്റ്റിലാവുന്നതോടുകൂടി ഈ കുടുംബവും ഈ വിവാദങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും SITയുടെ തുറനീക്കമടക്കം നിർണായകമാണ്. ഇനിയും എന്തൊക്കെ കണ്ടെത്തലുകൾ എന്നതാണ്. കണ്ഠർ രാജീവർക്ക് പിന്നാലെ കണ്ഠർ മഹേഷ് മോഹനരിലേക്ക് കൂടി അന്വേഷണം എത്തുമോ എന്ന ചോദ്യം കൂടി നമുക്ക് മുന്നിൽ വരികയാണ്. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ അറിയാം. അതിനുമപ്പുറം അന്വേഷണ സംഘത്തിൻ്റെ ഈ കണ്ടെത്തലുകളോട് കോടതി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായ ഇടവേളകളിൽ ഇടക്കാല റിപ്പോർട്ടുകളായി അത് കോടതിക്ക് മുന്നിൽ എത്തുന്നതാണ്. എന്തായാലും അടുത്ത റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ അറസ്റ്റും നീക്കങ്ങളും ഉണ്ടാകും, പരാമർശിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ കോടതി ഇതിനോട് എന്ത് നിലപാടെടുക്കും? ഇതൊരു അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്ന കണ്ഠർ രാജീവരുടെ വാദം അംഗീകരിക്കാൻ കോടതി തയ്യാറാകുമോ എന്ന വാദം കൂടി പ്രസക്തമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ശബരിമലയിൽ എന്ത് സംഭവിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.